ആമേൻ. 5-ാം മാസത്തേക്ക് ദൈവം തന്ന ദൂതാണ് വ്യാഴാഴ്ച ഇവിടെ സംസാരിപ്പാൻ ഇടയായത്. പെട്ടെന്നൊന്ന് കമ്പി വാചകത്തിൽ ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കുറച്ച് പേരെ വ്യാഴാഴ്ച ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കരമായ ദൈവസാന്നിധ്യം ഇറങ്ങി. ശക്തമായ ആരാധന വെളിപ്പെട്ടു. വചനം ശക്തമായി ഇവിടെ ആമേൻ വെളിപ്പെടാനിടയായി. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ദൈവസ്ഥലായിരിക്കാം. വായിച്ച ആ കുറുവാക്യം തന്നെ ഒന്ന് വേഗത്തിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അടുത്ത വാക്യം കൂടെ. സന്ധ്യയായി ഉഷസായി 5-ാം ദിവസം. ബൈബിളിലെ ആദ്യത്തെ 5 എന്ന സംഖ്യ കാണുന്നത് ഈ 22-23 വാക്യങ്ങളിലാണ്. സ്തോത്രം. നമ്മൾ നിൽക്കുന്നത് 5-ാമത്തെ മാസത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാനത് കണക്ട് ചെയ്താണ് ഞാനന്ന് സംസാരിച്ചത്. സ്തോത്രം. ഈ 5-ാമത്തെ മാസത്തിൽ 4-ാം മാസം വരെ ഏത് അവസ്ഥയിൽ ആയിരുന്നു എന്നതല്ല ഇന്ന് പകൽ വിഷയം. 5-ാം മാസത്തിൽ വർദ്ധിച്ച് പെരുകാൻ പോകുകയാണ്. ആമേൻ. വർദ്ധിച്ച് പെരുകാൻ പോവാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രോസ്പെരിറ്റി മാത്രം പ്രസംഗിക്കുകയല്ല, ഞാനതൊരു ഭൗതിക തലം മാത്രമല്ല ഞാൻ കവർ ചെയ്യുന്നത്. നമ്മുടെ ആത്മതലത്തിലും ഒരു വർധനവുണ്ടാകാൻ പോകുകയാണ്. നമ്മുടെ ആത്മതലത്തിലും ഒരു പെരുകുന്ന ഒരു അനുഭവം. ആമേൻ. അത് സഭാതലത്തിലും ഒരു പെരുകുന്ന ഒരു അനുഭവം. നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പെരുകുന്ന, ഒരു വർദ്ധിച്ച് പെരുകുന്ന ഒരു അനുഭവം ഈ 5-ാം മാസത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞേ. ഞാൻ വ്യാഴാഴ്ച പറഞ്ഞ ചില കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞു വിടാം. ഇതിലേക്ക് ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ കയറുകയാണ്, കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. സ്തോത്രം. ആമേൻ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ദൈവം അനുഗ്രഹിച്ചു, വർദ്ധിച്ച് പെരുകുക. എന്നാൽ ഈ അനുഗ്രഹം സ്തോത്രം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മേൽ വന്നെങ്കിലും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ നാം വായിച്ചു ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാനിടയായി. അവിടെ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും ദൈവം എന്ത് ചെയ്തു? കണ്ടു. സ്തോത്രം പറഞ്ഞേ. ദൈവം ഒരുവനെ വർദ്ധിച്ച് പെരുകുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടാൽ എൻ്റെ ദൈവം പിന്നെ നോക്കാതിരിക്കുകയല്ല ചെയ്യുന്നേ. അല്ലേ? മനസ്സിലായോ? സ്തോത്രം. ചില അപ്പനമ്മമാരെ കണ്ടിട്ടുണ്ട്, പിള്ളേരെ പാർക്കിൽ പറഞ്ഞു വിട്ടിട്ട് അപ്പനും അമ്മയും കൂടെ ചെന്ന് എവിടെയും ഇരിക്കും. സ്തോത്രം. പിള്ളേർ കളിക്കുന്നുണ്ടോ, പിള്ളേർ വീഴുന്നുണ്ടോ, പിള്ളേർ എഴുന്നേക്കുന്നുണ്ടോ, പിള്ളേരെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്നാൽ നമ്മുടെ സൃഷ്ടിതാവ് അങ്ങനല്ല. അവൻ നമ്മെ അനുഗ്രഹിച്ചാൽ, അവൻ നമ്മെ മാനിക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിച്ചാൽ ദൈവം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ നോക്കുന്ന സമയത്ത് ദുഷ്ടതയും നമ്മുടെ ഹൃദയ വിചാരങ്ങളും അഥവാ നിരൂപണങ്ങളും ക്ലിയർ അല്ലെങ്കിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഈ അനുഗ്രഹം നഷ്ടമായി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവം നമ്മെ വർദ്ധിപ്പിക്കുന്നവനാ. ദൈവം നമ്മളെ പെരുകുമാറാക്കുന്നവനാ. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കുന്നവനാ. എന്നാൽ നമ്മുടെ വഴി ക്ലിയർ ആയിരിക്കണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടതയോ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ നിരൂപണങ്ങളിൽ ദോഷവും ഇല്ലാതിരുന്നാൽ മാത്രമേ ഈ അനുഗ്രഹം നിലനിൽക്കത്തുള്ളൂ.
സ്തോത്രം. ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ പകർന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ദുഷ്ടത കൊണ്ട്, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ കൊണ്ട്, അത് ദോഷമുള്ളതായതുകൊണ്ട് അത് നിമിത്തം ആ അനുഗ്രഹം നഷ്ടമാകാൻ ഇടവരരുത്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ദുഷ്ടത കൊണ്ട്, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ കൊണ്ട്, നമ്മുടെ നിരൂപണങ്ങൾ ദോഷമുള്ളതായതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മളായിട്ട് നഷ്ടമാക്കരുത്. വേറെ പുസ്തകം എഴുതിയിരിക്കുന്നു, ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ, സൃഷ്ടിയുടെ ആരംഭത്തിൽ വർദ്ധിച്ചു പെരുകുക എന്ന് 5-ാം ദിവസം നിന്നുകൊണ്ട് അനുഗ്രഹിച്ച ദൈവം 6-ാം അധ്യായം എത്തിയപ്പോ എന്റെ ദൈവം ഈ ഭൂമിയെ നോക്കിയിട്ട്, ഈ സൃഷ്ടിയെ നോക്കിയിട്ട് എന്റെ ദൈവം അനുതപിച്ചു. എന്തിനാ ഞാനിത് ഉണ്ടാക്കിയേ? എന്തിനാ ഞാനിത് സൃഷ്ടിച്ചേ? ദൈവം അനുതപിച്ചു. എന്താ ദൈവം അനുദപിച്ചേ? ദൈവം നോക്കിയപ്പോൾ ദൈവം കണ്ടത് താൻ അനുഗ്രഹിച്ച സൃഷ്ടി ഇന്ന് ദോഷത്തിലേക്കും, മനസ്സിലാവുന്നുണ്ടോ? ദോഷത്തിലേക്കും ദുഷ്ടതയിലേക്കും അവരുടെ ഹൃദയവും അവരുടെ പ്രവൃത്തിയും തിരിഞ്ഞു. അതുകൊണ്ട് ദൈവം ഈ ഭൂമിയെ നോക്കിയപ്പോ അവൻ ദോഷവും ദുഷ്ടതയും കൊണ്ട് നിറയപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നടുവിൽ ഒരുവനെ ദൈവം കണ്ടു, വ്യത്യസ്തനെ. ഞാൻ വ്യാഴാഴ്ച പറഞ്ഞ ആ വാക്ക് തന്നെ ആവർത്തിക്കുന്നു, വേർപെട്ടവനെ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, വേർപെട്ടവനെ. ഈ 2025 വേർപെട്ടു നിൽക്കുന്ന ആരേലും ഉണ്ടോ? ആ പെന്തക്കോസ്തുകാരൻ അങ്ങനെ ചെയ്യുന്നു, ഈ കുടുംബം അങ്ങനെ പോകുന്നു, അവൻ അങ്ങനെ ചെയ്യുന്നു, ആ പാസ്റ്റർ അങ്ങനെ ചെയ്യുന്നു, എന്നുകൊണ്ട് ഞാനും ചെയ്തുകൂടാ എന്ന് പറയുന്നവരെയല്ല, അതിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ലോകമുണ്ടെങ്കിൽ ഞാൻ അവനെ നോക്കി പറയുന്നു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. ദുഷ്ടതയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന, ദോഷങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഏതേലും ലോകമാരുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചലിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കൃപ വേണം. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കൃപ വേണം. ഓ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് കൃപ വേണം. എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, പാസ്റ്ററെ എനിക്ക് അഭിഷേകം വേണം, എനിക്ക് അന്യഭാഷ വേണം, എനിക്ക് കൃപാവരം വേണം. ഇന്ന് പകൽ കൃപ വേണോ? ഒറ്റ വഴിയേ ഉള്ളൂ, വേർപെട്ട് നിൽക്കണം. അമ്മേ, ഹല്ലേലൂയ. പാപത്തിൽ ഇടകലർന്നുകൊണ്ട്, ലോകത്തിൽ ഇടകലർന്നുകൊണ്ട്, ദോഷങ്ങളിലും, അതേ സ്തോത്രം, ഹല്ലേലൂയ, എന്താ 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 ദുഷ്ടതയും ഇടകലർന്നുകൊണ്ട് നിന്നാൽ കൃപ വ്യാപരിക്കില്ല, ദൈവത്തിന്റെ കൃപ ചലിക്കില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന ഈ തലമുറയിൽ കൃപ ലഭിച്ച ലോകമാർക്കായി വേർപെട്ട് നിൽക്കുന്ന ലോകമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേർപെട്ട് നിൽക്കുന്ന നോഹയുണ്ടോ? ദോഷം വിട്ട് വേർപെട്ട് നിൽക്കുന്ന അവൻ, ഹല്ലേലൂയ, അവൻ ദോഷകരമായ ഹൃദയ വിചാരങ്ങൾ വിട്ട്, നിരൂപണങ്ങൾ വിട്ട്, ദുഷ്ടത വിട്ട് വേർപെട്ട് നിൽക്കുന്ന നോഹമാരുടെ മേൽ ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ഒരു കൃപ ചലിക്കാൻ പോവുകയാ. സ്തോത്രം പറഞ്ഞേ സന്തോഷത്തോടെ. ദൈവം നോക്കി താൻ അനുഗ്രഹിച്ച സൃഷ്ടിയെ എല്ലാവരും ദുഷ്ടതയും ദോഷവും ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റൂട്ട് മാറി വേറെടുത്ത് നിൽക്കുന്നു. അയ്യോ, അവരെന്നെക്കാൾ ഭക്തരാ,
ഇന്നെന്താ എനിക്ക് പൊയ്ക്കൂടാത്തേ എന്ന് പറഞ്ഞു പോകാതെ മാറി നിൽക്കുന്ന ഒരുത്തനെ. എല്ലാ ക്രിസ്ത്യാനിയും അങ്ങനെ ചെയ്യുന്നില്ലേ? പിന്നെന്താ എനിക്ക് കൂടാതെ? എല്ലാ വിശ്വാസിയും അങ്ങനെ ചെയ്യുന്നില്ലേ? എന്താ പിന്നെ എനിക്ക് ചെയ്തുകൂടാത്തെ എന്ന് പറയുന്നവനവനല്ല കൃപ, വേർപെട്ട് നിൽക്കുന്നവൻ്റെ മേൽ ഈ തലമുറയിൽ കൃപ ചലിക്കും. ഒരാമൻ പറഞ്ഞേ, ശ്രദ്ധിച്ചു കേക്ക്. നീ വേർപെട്ട് നിന്നാൽ നിന്റെ മേലൊരു കൃപ വെളിപ്പെടും. ഈ കൃപ വെളിപ്പെട്ടാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ശക്തമരുത് പറയാൻ പോവാ. കൃപ ഈ തലമുറയിൽ നിന്റെ മേൽ ചലിച്ചാൽ, എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കൂടി ലഘുവായി പറയാം, നീ വില കൊടുത്ത് എനിക്കത് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ വിടും. എന്തിനാ? കൃപ വേണേ അത് വിടണം. ഓ, കൃപ വേണേ ചിലത് വിടണം. പറഞ്ഞേ, അതൊരു ഇടത്ത് കൃപ ഒരിടത്ത് പരിപാടിയില്ല ദൈവത്തിന്. കൃപ വേണേ അത് വിടണം. നീ വിടാൻ, ഈ വിടുക എന്ന് പറഞ്ഞാൽ വല്ലാതെ വില കൊടുക്കുന്നതാ. എനിക്കിഷ്ടമുള്ളതാ ഞാൻ വിടുന്നത്. ഇഷ്ടമില്ലാത്തത് വിടാൻ വലിയ പാടൊന്നുമില്ല അല്ലേ? എനിക്ക് ഈ മൊബൈൽ ഇഷ്ടമല്ലെങ്കിൽ എനിക്കിത് ആർക്കും കൊടുക്കാം. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനത് പൊന്നുപോലെ കൊണ്ട് നടക്കാം. ആ പൊന്നുപോലെ ഞാൻ വില കൊടുത്ത് നടക്കുന്ന ഇത് വിടാൻ ദൈവം പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണെന്ന്, കൃപ എൻ്റെ മേൽ ചലിക്കാൻ ആ വിചാരം, ആ പ്രവൃത്തി പാടില്ല എന്ന് എനിക്ക് ആത്മാവിൽ മനസ്സിലാക്കിയാൽ, ഞാൻ വില കൊടുത്ത് അത് വിടാൻ തയ്യാറായാൽ കൃപ ചലിക്കും. അടുത്ത ദൂതിലേക്ക് ഞാൻ കയറുക. ഇങ്ങനെയുള്ള ഈ തലമുറയിൽ നിന്റെ ഒരുവന്റെ മേൽ കൃപ ചലിച്ചാൽ വേറെ ആരും പ്രസംഗിക്കാത്തത് ഈ നാളുകൾ നീ പ്രസംഗിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞാൻ പറയട്ടെ, എല്ലാരും പ്രസംഗിക്കാനല്ല ദൈവം ഈ തലമുറയിൽ നമ്മെ കണ്ടെത്തിയിരിക്കുന്നേ. ദൈവം കണ്ടിരിക്കുന്നേ. വേർപെട്ട് നിൽക്കാൻ നീ തയ്യാറായാൽ കൃപ ധരിക്കും. കൃപ ധരിച്ചാൽ ആരും പറയാത്തത് നീ അധരങ്ങളിൽ പറയും. എന്താ നോഹ പറഞ്ഞ പ്രസംഗം? ആരും പറയാത്ത പ്രസംഗം നോഹ പ്രസംഗിച്ചു. ആരും പറയാത്ത കാര്യം നോഹ പറഞ്ഞു. എന്താ പറഞ്ഞേ? മഴ വരിക, മഴ പെയ്യാൻ പോവാ. ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ സ്വത്രം പല പാസ്റ്റേഴ്സും പറയുമായിരുന്നു, ഇത് ദൈവാലോചന അല്ല, ഇത് ദൈവവചനത്തിന് വിരുദ്ധവാ, ഇത് ഉപദേശത്തിന് വിരുദ്ധവാ, അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പലരും പറയുമായിരുന്നു. സ്വത്രം. പക്ഷേ നോഹയ്ക്കൊരു ഉറപ്പുണ്ട്, ഇതെന്റെ ദൈവം എന്നോട് പറഞ്ഞതാ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യട്ടെ. ആമേൻ, ആമേൻ. അംഗീകരിക്കുമെന്ന് ചിന്തിച്ച പലരും നോഹയെ സ്തോത്രം, എല്ലാവരും നോഹയെ അനുസരിച്ച്, ആരും അനുസരിച്ചില്ല. എന്നാൽ ചില സമയങ്ങൾ കഴിഞ്ഞു, പെട്ടകത്തിൻ്റെ പണി പൂർത്തിയായി. പെട്ടകത്തിനകത്ത് ദൈവം ചിലരൊക്കെ എന്ത് ചെയ്തു? ഞാൻ ആ ഭാഗത്തിലോട്ടൊന്നും വരുന്നില്ല. ദൈവം കയറ്റേണ്ടവരൊക്കെ കയറ്റി എല്ലാം കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം, നോഹ പ്രസംഗിച്ചിട്ട് എന്തായി എന്ന് ചോദിച്ചവർ നോക്കി നിൽക്കെ പ്രസംഗത്തിൻ്റെ ഫലം വെളിപ്പെടുക, പ്രസംഗത്തിൻ്റെ പവർ വെളിപ്പെടുക. അവൻ കൃപയുള്ളവൻ പറഞ്ഞ വാക്കിൻ്റെ ശക്തി വെളിപ്പെട്ടു. അത് വെളിപ്പെട്ടപ്പോൾ എന്താ നടന്നതെന്നറിയോ? ബൈബിൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ആഴിയുടെ ഉറവ തുറന്നു. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയാം, നീ പ്രസംഗിക്കുന്നത് തന്നെ നിന്റെ മുമ്പിൽ ഈ ദിവസങ്ങൾ നീ കാണാൻ പോവുകയാണ്.
ഓ, നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ദൈവമക്കളെ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പോവുകയാണ്. നീ വായി തുറന്ന് ചിലത് പറഞ്ഞാൽ കിളിവാതിലുകൾ തുറക്കും, ഉറവകൾ തുറക്കും. ഒരു പ്രസംഗകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പറയുന്നതിന് സംഭവിക്കണം. എങ്ങനെ? ആത്മനിറവിൽ ഞാൻ പറയുന്നത്, കൃപയിൽ നിന്ന് പറയുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായത്തിൽ വരുമ്പോൾ യെഹെസ്കേലിനോട് ദൈവം പറയുന്നു, അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ. എടാ, നീ മാറി നിൽക്കണം, ഞാൻ ചെയ്തോളാം നല്ല ദൈവം പറയുന്നേ. നീ വേണം ഇവിടെ. മനസ്സിലാവുന്ന സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? എല്ലാരും ഇവിടെ അസ്ഥി കൂമ്പാരമായി കിടക്കുമ്പോ അതിന്റെ നടുവിൽ എനിക്ക് നിന്നെ വേണം. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ഞാൻ എന്നോടാണ് പ്രസംഗിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഏറ്റെടുക്കുന്ന പകൽ യേശുവിൻ്റെ നാമത്തിൽ നീ പറയുന്നത് നടക്കാൻ പോവുകയാണ്. നീ പറയുന്നത് സംഭവിക്കാൻ പോവുകയാണ്. നീ വായി തുറന്ന് പ്രസംഗിച്ചാൽ മാത്രം മതി. ഉറവയെ തുറക്കേണ്ട നേരത്ത് എൻ്റെ ദൈവം തുറക്കും. ഓ, കിളിവാതിലുകളെ തുറക്കേണ്ട നേരത്ത് ഇന്ന് ഒരു വാതിൽ തുറക്കാൻ വേണ്ടി നീ കാത്തിരിക്കുന്നു. എന്നാൽ ഇതാ, നീ പ്രസംഗിക്കുക മാത്രം ചെയ്താൽ മതി. തുറക്കേണ്ടതാ തുറന്നു വരാൻ പോകുന്നു ദിവസങ്ങൾക്കുള്ളിൽ. ഞാൻ ഈ 5-ാം മാസത്തെ നോക്കി ആത്മനിറവോടെ പറയട്ടെ, ചില ഉറവകൾ തുറക്കുന്നു, ചില വാതിലുകൾ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ വിശ്വാസത്തിന്റെ വാക്കുകൾ ഞാൻ ഈ പകൽ ശാസിക്കുന്നു. കുടുംബത്തെ നോക്കി പ്രവചിക്ക്, തലമുറകളെ നോക്കി പ്രവചിക്ക്, സഭയെ നോക്കി പ്രവചിക്ക്, പട്ടണത്തെ നോക്കി പറയ്. ആ പറയുന്നത് നിന്റെ കൺമുൻപിൽ. എനിക്കറിയില്ല, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ചിലതൊക്കെ തുറക്കുമ്പോ നീ പോലും അറിയാത്ത തലങ്ങളിലേക്ക് നിന്റെ പെട്ടകം ചലിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ ഫേവറിലേക്ക് നീ ഇന്ന് പകൽ കയറിക്കോ. ദൈവത്തിന്റെ ഫേവറിലേക്ക് നീ കയറിക്കോ. ദൈവത്തിന്റെ നന്മയിലേക്ക് നീ കയറിക്കോ. ദൈവത്തിന്റെ നീതിയിലേക്ക് ഇന്ന് പകൽ നീ കയറിക്കോ. വലിയ രക്ഷയിലേക്ക് കയറിക്കോ. ഇതുവരെ കാണാത്ത ചെലവ് ദൈവം നിന്നെ കാണിച്ച്, ഇതുവരെ നീ സഞ്ചരിക്കാത്ത തലങ്ങളിലൂടെ നിന്നെ സഞ്ചരിപ്പിച്ച് ഉറപ്പിക്കാനിടത്ത് നിന്നെ ഉറപ്പിക്കാൻ. ഈ പെട്ടകം ഇങ്ങനെ എത്ര നാൾ പോകും കർത്താവേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില അവസ്ഥകളിൽ, ചില സാഹചര്യങ്ങളിൽ എന്റെ ദൈവം പറയുന്നു, നിന്റെ പെട്ടകത്തെ ഉറപ്പിക്കേണ്ട അരരാത്ത് എത്തുന്നത് വരെ ഇത് പോകും. അവിടെ ദൈവം എത്തിക്കും, അവിടെ ദൈവം നിന്നെ ഉറപ്പിക്കും. എനിക്കറിയാം ഇതാരോട് ദൈവം സംസാരിക്കുന്നു. ഉറപ്പിക്കേണ്ടത് ദൈവം ഉറപ്പിക്കും. നീ തകർന്നു പോകത്തില്ല. ഈ വെള്ളം നിന്നെ തകർക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദുഷ്ടതയും ദോഷവുമുള്ള തലമുറയുടെ നടുവിൽ കൃപയുള്ളവൻ ഇരിക്കുന്ന പെട്ടകത്തെ ദൈവം ഉറപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആവർത്തിക്കും. എനിക്ക് ആ വാക്ക്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എനിക്ക് കൂടി ആവർത്തിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടതയും ദോഷവുമുള്ള ഈ തലമുറയുടെ നടുവിൽ കൃപ ലഭിച്ച ഒരുത്തനുണ്ടെങ്കിൽ അവൻ തകരാൻ ദൈവം അനുവദിക്കില്ല. നിന്നെ ദൈവം ഉറപ്പിക്കേണ്ടത് ദൈവം ഉറപ്പിക്കും. വേർപെട്ട് നിൽക്കുന്ന നിന്നെ ദൈവം തകർത്ത് കളയത്തില്ല. ഉറപ്പിക്കേണ്ടത് ദൈവം ഉറപ്പിക്കും. വില കൊടുത്ത നിന്നെ ദൈവം തകർത്ത് കളയാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. ഉറപ്പിക്കേണ്ടത് ദൈവം ഉറപ്പിക്കും നിന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തിന് ഞാൻ ഉണ്ടാക്കി ഇതിനെയൊക്കെ?
ഈ സൃഷ്ടിച്ചു എന്ന് ദൈവം അനുതപിച്ചെന്ന് എഴുതിയിരിക്കുന്നേ. അനുതപിച്ച ദൈവം അനുതപിച്ചാൽ, ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖിച്ചാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ പലതും ബ്ലോക്കാകും. എന്ന് വെച്ചാൽ ഉൽപ്പത്തി 1:22 പറഞ്ഞ 5-ാം ദിവസത്തിലെ അനുഗ്രഹം ബ്ലോക്കായി. ഈ പ്രളയം നിമിത്തം ദൈവം തുറന്നുവിട്ട ഈ പ്രളയം വർദ്ധിച്ച് പെരുകുന്നതിന് പകരം സംഭവിച്ചത് എന്താ? കംപ്ലീറ്റ് പോയി. പക്ഷേ ഒരുത്തൻ വേർപെട്ട് നിന്ന് കൃപയ്ക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ അവനെ ഒരുത്തനെ വിചാരിച്ചിട്ട് ദൈവം വീണ്ടും തീരുമാനം മാറ്റി. ഞാനിങ്ങനെ പറയട്ടെ, ഒരു ദേശത്ത് ഒരുത്തൻ മതി, അവൻ നിമിത്തം ആ പട്ടണത്തെ ദൈവം വിടുവിക്കും. മനസ്സിലാവുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. വില കൊടുക്കുന്ന ഒരുത്തൻ മതി, കൃപയുള്ള ഒരുത്തൻ മതി. അവന്റെ മുഖം നോക്കിയിട്ട് ഒത്തിരി തെളിവ് അബ്രഹാമിനെ ഓർത്ത് വീണക്കാരെന്ന് എലീശ പറയുന്നു, യഹോശാഫാത്തേ, നിന്റെ മുഖം ഞാൻ ആദരിക്കാതെ പോകത്തില്ല. പുതിയ നിയമത്തിലേക്ക് വാ. പത്രോസിനെ നോക്കി പറയുന്നു, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ പണ്ടേ നിന്നെ പാറ്റിക്കളയാൻ പിശാച് നോക്കിയതല്ലേ? എന്നേ പോകാത്തെ ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ഗ്രേസ്. മഞ്ഞുമലയിൽ തട്ടി ടൈറ്റാനിക് തകർന്ന ചരിത്രം നമുക്കറിയാം. പക്ഷെ കൃപയുള്ളവരിരുന്ന പെട്ടകം അരരാത്തിൽ തട്ടി തകർന്നല്ല, അരരാത്തിൽ ഉറച്ചെന്നായിരുന്നിരിക്കുന്നേ. ഇന്ന് പകൽ തട്ടിത്തകരാൻ, പലതിലും തട്ടിത്തകരാൻ സാത്താൻ ഇവിടെ കാത്തിരിപ്പുണ്ട്. ഇരുട്ടിന്റെ ശക്തികൾ കാത്തിരിപ്പുണ്ട് എന്ന് കൃപ വന്നവൻ പറയുന്നു, നീ പൊളിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇനിയും തീ കത്തേണ്ടതുണ്ട്. നിന്നെ അരരാത്തിൽ ഉറപ്പിച്ചിട്ട ഒരു യാഗപീഠത്തിൽ ഞാൻ തീ ഇറക്കാൻ പോകുന്നേ. വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ അടിച്ചു കർത്താവിന്റെ മഹത്വം കൊടുത്ത് ആ വലിയ ഗ്രേസ് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഉൽപ്പത്തി 7:21 എഴുതിയിരിക്കുന്നു, പെട്ടകത്തിന് പുറത്തുള്ള എല്ലാം ചത്തുപോയെന്ന്. പക്ഷെ കൃപയുള്ളവനും അവന്റെ ഒപ്പമുള്ളവനും ചത്തില്ലെന്ന്. ചത്തെന്നല്ല എഴുതിയിരിക്കുന്നേ. ഉൽപ്പത്തി 7:21 കാണുന്നു എല്ലാം ചത്തുപോയെന്ന്. പക്ഷെ കൃപയുള്ളവൻ ചത്തെന്നല്ല എഴുതിയിരിക്കുന്നേ. കൃപ ചലിക്കുന്നു. ഈ കൃപ നിന്റെ മേൽ വ്യാപരിച്ചാൽ നിനക്ക് വിരോധമായി വരുന്ന ആ മരണദൂതൻ ഇന്ന് പകൽ ഒരു പാസ്ഓവർ പോലെ ഒഴിഞ്ഞു പോകുന്ന ഒരു പകലായത്. യെസ്.
വേർപെട്ട് നിൽക്കുന്ന, വില കൊടുക്കുന്ന നീ അവൻ്റെ കൃപ അനുഭവിച്ചിട്ടേ നീ പോകത്തുള്ളൂ. ഉറപ്പുണ്ടോ? അവൻ്റെ കൃപ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഏഴിൻ്റെ 23 എഴുതിയിരിക്കുന്നു. 22 മുതൽ വായിക്കാം. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. നോഹയും അവനോട് കൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം. എത്ര പേർക്ക് മനസ്സിലായി? കൃപയുള്ളൊരു ശേഷിപ്പിനെ ഈ തലമുറയിൽ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വേർപെട്ട് നിൽക്കുന്ന ഒരു ശേഷിപ്പിനെ, വില കൊടുക്കുന്ന ഒരു ശേഷിപ്പിനെ ചെറിയ സ്പീഡിൽ പോവാ. സ്തോത്രം. ഇന്ന് പകല് സ്തോത്രം ആൾക്കൂട്ടമല്ല, ശേഷിപ്പ്, കൃപയുള്ളൊരു ശേഷിപ്പ്, വേർപെട്ടൊരു ശേഷിപ്പ്, വില കൊടുത്തൊരു ശേഷിപ്പ്. ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയും പ്രകാരം പണിയപ്പെട്ട പെട്ടകത്തിനകത്ത് സേഫ്. ഒരാമേൻ പറഞ്ഞേ. മനസ്സിലായോ? കൃപ ലഭിച്ചവനും കൂടെയുള്ളവരും സേഫ്, ബാക്കിയുള്ളവരൊക്കെ നശിച്ചുപോയി. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഇനി 8:1 വരുമ്പം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം നോഹയും. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ദൈവത്തെ അല്ലേ, ഇവിടെ നോക്കണേ, എൻ്റെ ദൈവം നോഹയെ ഓർത്തെന്നല്ല എഴുതിയിരിക്കുന്നേ, നോഹയെയും അവനോട് കൂടുള്ള വീട്ടുകാരെ മാത്രമാണോ? വീട്ടിലുള്ള പട്ടിയെയും പൂച്ചയും, വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ അതിനെ ഓർക്കുന്ന ദൈവ. അല്ലേ ബോസേ? സ്തോത്രം. നോക്കിയേ, ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഇന്ന് പകൽ കൃപ ലഭിച്ചൊരു ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ കൂടെയുള്ള സകലത്തെയും, അത് മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, പറവയാകട്ടെ, എന്തുമായിക്കോട്ടെ, എൻ്റെ ദൈവം നിന്നെ ഓർത്താൽ ഈ 5-ാം മാസത്തിൽ നിന്റെ അവസ്ഥയെ മാറ്റാൻ ഒരു കാറ്റ് ദൈവം അടുപ്പിക്കാൻ പോവാ. വിശ്വസിച്ചാട്ടെ. ഈ മാസം ഒരു കാറ്റടിക്കാൻ പോവാ. ഏതൊക്കെ കൃപയുള്ളവന് വേണ്ടി കാറ്റടിക്കാൻ പോവാ. കൃപ ലഭിച്ചവന് വേണ്ടി കാറ്റടിക്കാൻ പോവാ. എല്ലാവർക്കും വേണ്ടിയല്ല, കൃപ ലഭിച്ചവന് വേണ്ടി കാറ്റടിക്കാൻ പോവാ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രതികരിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കാറ്റ്. അവിടെ എഴുതിയിരിക്കുന്നു, ഭൂമിയിൽ കാറ്റടിപ്പിച്ചു, വെള്ളം 8:17 പെട്ടെന്ന് 8:17 പറവകളും മൃഗങ്ങളും
ഒരു സ്വോത്രം പറ. പുറത്തു കൊണ്ടുവരിക. എന്തിനാ? നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവാ. എന്തിനാണെന്നറിയോ? ഞാൻ ഒരിക്കൽ സ്റ്റോപ്പ് ചെയ്തില്ലേ? എവിടെ 1:22 പറഞ്ഞിട്ടേ പ്രളയത്തിലൂടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ലേ? ആ അനുഗ്രഹത്തെ ഞാൻ വീണ്ടും പകരുകയാ. എന്താ എഴുതിയിരിക്കുന്നേ? പുറത്തു കൊണ്ട് അവ അടുത്ത് ഒരു സ്വോത്രം പറഞ്ഞേ. എന്ത് ചെയ്യണം? എന്നും ഇങ്ങനെ ഇരുന്നോ? അങ്ങനല്ല. എന്നും ഇങ്ങനെ ഇരിക്കാനല്ല, വർദ്ധിച്ച് പെരുകുക. ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയാം. ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതികൂലം കൊണ്ടാകാം. എവിടെയൊക്കെയോ ബ്ലോക്കാക്കപ്പെട്ട ചില അനുഗ്രഹങ്ങൾ, ദൈവം നിന്നെ നോക്കി പറഞ്ഞ ചില ദൂതുകൾ, ഇന്ന് പകൽ സ്വർഗം അതിനെ വീണ്ടും തുറക്കുന്നു. ആ ബ്ലോക്കുകൾ മാറ്റി തുറക്കുന്നു. അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു. ചില നാളുകൾക്ക് മുമ്പേ നീ അനുഭവിച്ചുകൊണ്ടിരുന്ന, നീ പ്രാപിച്ചുകൊണ്ടിരുന്ന എന്തോ ചിലവ് എവിടെയോ ബ്ലോക്കായി. പക്ഷെ ഇന്ന് പകൽ ദൈവം അതിനെ ഒന്നുകൂടെ റെസ്റ്റോർ ചെയ്യാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? കൃത്യമായി ഒരു റൊട്ടേറ്റിംഗ് പോലെ വർദ്ധിച്ച് പെരുകി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചില പ്രശ്നങ്ങൾ കൊണ്ട് ബ്ലോക്കായി. അങ്ങനെ ബ്ലോക്കായ ആ കാര്യം ഞാൻ പറയുന്നു, കൃപയാൽ എൻ്റെ ദൈവം നിന്നെ ഓർത്തത് കൊണ്ട് ഞാൻ വീണ്ടും അതിനെ തുടങ്ങുന്നു. എനിക്കറിയില്ല അങ്ങനൊരു വാക്ക് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നു. എവിടെയോ സ്റ്റോപ്പായ ചിലത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്ന് റീസ്റ്റാർട്ട് ആകുന്നത് പോലെ. എവിടെയോ നിലച്ചു പോയ ചിലത് ഞാൻ വീണ്ടും ആരംഭിക്കുന്നു. ഞാൻ ഇന്ന് പകരം പറയാം, അത് ചിലപ്പോ ശുശ്രൂഷയാകാം, അത് ചിലപ്പോ വരുമാനമാകാം, അത് ചിലപ്പോ മറ്റെന്തേലുമാകാം. എന്തോ ആയിക്കോട്ടെ, ഇന്ന് പകൽ എവിടെയോ നിലച്ചത്, എവിടെയോ ബ്ലോക്ക് ആയത്, എവിടെയോ പിശാച് സ്റ്റോപ്പ് ചെയ്തത്, ഒമ്പതിൻ്റെ ഒന്നിനോട്ടൊന്നേ, ഉൽപ്പത്തി 9:1 ദൈവം ഉറക്കെ പറഞ്ഞേ, നോഹയെയും നീ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ മതി, നിന്റെ മക്കൾ അങ്ങനെ കിടക്കട്ടെ എന്നല്ല, നിന്നെയും നിന്റെ മക്കളെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറവിൻ. മലയങ്കിയിൽ മാത്രം നിറയാനാണോ? കട്ടക്കട താലൂക്കിൽ മാത്രം നിറയാനാണോ? ആമേൻ. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ നിറവീൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനം 107:38 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. എന്താ ഈ പെരുകാൻ കാരണം? എന്താ വർദ്ധിക്കാൻ കാരണം? ദൈവം അനുഗ്രഹിച്ചോണ്ടാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അധ്വാനം കൊണ്ടല്ല, ദൈവം അനുഗ്രഹിച്ചുകൊണ്ടാ. യോബിന്റെ പുസ്തകം 42:12 പെട്ടെന്ന് വായിച്ച്. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം 1:22 കിട്ടിയ അനുഗ്രഹമല്ല 8 വരുമ്പം. മനസ്സിലായോ? നേരത്തെ നീ എങ്ങനായിരുന്നു അതിൻ്റെ ഇരട്ടി അധികം. സ്വന്തം പറഞ്ഞേ.
അധികം അനുഗ്രഹിച്ചു. ഉറപ്പുണ്ടോ ഇന്ന് പകല്? ഞാൻ ഇന്ന് പകൽ പറയാൻ നിൽക്കുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല. ഞാൻ പറയാൻ നിൽക്കുന്നത് നിന്നെ അധികം അനുഗ്രഹിക്കുമെന്ന. ഒരു സ്വോത്രം പറഞ്ഞേ. അത് വേണേൽ എന്ത് ചെയ്യണം? വേണേൽ എന്ത് ചെയ്യണം? ഈ അനുഗ്രഹം വേണേ വേർപെട്ടു നിൽക്കണം. ഈ അനുഗ്രഹം വേണേ കൃപയ്ക്ക് വേണ്ടി വില കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകൽ ആ അനുഗ്രഹം ഇതിനകത്ത് വെളിപ്പെടുക. ചില ജീവിതങ്ങളിൽ വെളിപ്പെടുക, ചില കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെടുക, ചില മക്കളുടെ മേൽ വെളിപ്പെടുക, ദൈവസഭയിൽ അത് വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകൽ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കൃപ ഈ ദിവസങ്ങളിൽ പ്രാപിക്കാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.